ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാ ദിവസത്തെ പോലത്തെ ഇന്നത്തെയും നമ്മുടെ അപ്ഡേഷനാണ് ഗോൾഡിലുള്ളത്. നമ്മൾ ഗോൾഡിൽ ബൈ ആണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. ടുഡേ നമ്മുടെ പ്രോഫിറ്റാണ് $1032. നമ്മൾ പ്രോഫിറ്റിലാണ്. ഫ്ലോട്ടിംഗ് ഇല്ല, ഒറ്റ ഓർഡറും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. വേറെ നമ്മൾ $1000 ഇന്നത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 942, അതായത് നമ്മൾക്ക് സ്വാപ്പ് ചാർജും കമ്മീഷനും എല്ലാം അടക്കം എല്ലാം കഴിഞ്ഞിട്ട് 942 നമ്മൾ പ്രോഫിറ്റിലാണ്. കസ്റ്റം പീരീഡ് നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ, എന്നാലും ഞാൻ വീണ്ടും കാണിക്കുകയാണ്. നമുക്ക് ഇന്നലെ 5-ാം തീയതി $1043, അതായത് $997 നമ്മൾ പ്രോഫിറ്റിലാണ്. അതോടൊപ്പം തന്നെ 4-ാം തീയതി നമ്മുടെ അക്കൗണ്ട് $405, അതായത് കമ്മീഷനും സ്വാപ്പ് ചാർജും എല്ലാം കഴിഞ്ഞ് $302 പ്രോഫിറ്റിലാണ്. 3-ാം തീയതിയാണ് ഏറ്റവും വലിയ നമ്മൾ റിസ്ക് അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. $17,548, അതായത് സ്വാപ്പ് ചാർജ് കമ്മീഷൻ കഴിഞ്ഞിട്ട് $17,204 നമ്മൾ പ്രോഫിറ്റിലാണ്. അതോടൊപ്പം ലാസ്റ്റ് മന്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ $27,081, അതിൽ $2,398 കമ്മീഷനും $276 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് മന്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ $10,000 അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് 13-ാം തീയതി. ഇത് കണ്ടിന്യൂസ് ആണ്. ഈ ആഴ്ചയിൽ നമ്മൾ $1,00,000 അടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്, പക്ഷേ നടന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ വേറെ രീതിയിലുള്ള ഒരു മാറ്റങ്ങളും നടന്നില്ല. നമ്മൾ നെഗറ്റീവ് സെല്ലിലേക്കാണ് വന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അക്കൗണ്ട് ഇതുവരെ നമ്മളൊരു സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. സെൽ ഓർഡറൊക്കെ ഇത് ഓർഡറല്ല, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ബൈയിലേക്കാണ് നമ്മൾ പോസിറ്റീവ് ചെയ്തിട്ട് നമ്മൾ ഇട്ടത്. എല്ലാം തെറ്റി എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റിലാണ്. അതായത് $10,000 $27,000 നമുക്ക് എത്തിക്കാൻ പറ്റി. ഇതാണ് മണി മാനേജ്മെൻറ്റ്, ഇതാണ് ട്രേഡിങ്. നമ്മുടെ വ്യൂ തെറ്റിയാലും നമ്മുടെ നിഗമനങ്ങൾ തെറ്റിയാലും നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റിലെത്തിക്കും. അതാണ് മണി മാനേജ്മെൻറ്റ് ട്രേഡിങ്ങിൽ.